ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കള് പരിശുദ്ധ കുർബാനയിൽ വന്ന് നിൽക്കൂ. എവിടെ വന്നിരിക്കുന്നു? ഈ ഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് വന്ന് നിൽക്കും. ഇപ്പൊ എന്റെ വില്ലമിച്ച് മരിച്ചിട്ടുണ്ട്. ഞാൻ ഈ കുർബാനയുണ്ട്, ആ കുർബാനയിൽ വില്ലമിച്ച് വരുമോ? വരും. അതിൽ എങ്ങോട്ട് നോക്കിയിരിക്കും? സ്വർഗത്തിലേക്കോ? ആൾക്കാരോടോ? ആൾക്കാരോട് നോക്കിയല്ല. എന്റെ വില്ലമിച്ച് നോക്കി നിൽക്കുന്നത് എന്റെ അടുത്ത് വന്നത് കൈ കൂപ്പി പിടിച്ചിട്ട് ഇങ്ങനെ പറയും, മോനെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഒരു കരകോട്ട് നിൽക്കും. അവിടെ പ്രിയപ്പെട്ട അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ പലരും പരമാവധി മരിച്ചവരുടെ പ്രാർത്ഥനകളും മരിച്ചവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ബോധപൂർവം ഇത് പരിശുദ്ധ മറിയത്തിന്റെ കരങ്ങളിലൂടെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് ബോധ്യം. നമുക്ക് നേരിട്ട് സമർപ്പിക്കാനുള്ള വിശുദ്ധിയും യോഗ്യതയും അതാണ് വിശുദ്ധിയോട്ടിൽ പരിശുദ്ധ അമ്മയെ ഈശോ നമുക്ക് പിതാവിന്റെ അമ്മ, പിതാവിന്റെ മകൻ, അതായത് വലിയ അമ്പലത്തിൽ പരിശുദ്ധ മറിയത്തിലൂടെ സമർപ്പിക്കപ്പെടുന്നത്. നീ യോഹന്നാനെ അടയാളം എന്താ പറയുക? യോഹന്നാനെ അയച്ചത് എന്തിനാ? യോഹന്നാനെ അയച്ചത് നമ്മൾ പറയും നമ്മുടെ സിംബലാണ്. അത് യഥാർത്ഥ സിംബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ മറിയം വചന മാംസം ധരിച്ചു കഴിയുമ്പോഴേക്കും അതിനെ കൊണ്ടാകുക. ഈ പരിശുദ്ധ മറിയം വചനം മാംസം ധരിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോയത്? എലിസബത്തിന്റെ പേര് പറയാനുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ പെങ്ങള് അടിയൻ, എന്റെ പെങ്ങളെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ എന്റെ അടിയന്റെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ബന്ധമുള്ള എന്റെ പെങ്ങളെ വീട്ടിൽ പോകുന്നില്ല ഞാൻ പറയുള്ളൂ. ശരിയാണോ? ശരിയല്ലേ? അപ്പൊ എന്ത് പറഞ്ഞാൽ എലിസബത്ത് ഇളയമ്മയായിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് എലിസബത്ത് അവിടെ പേര് പറഞ്ഞതേ ഉള്ളൂ. എലിസബത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പുരോഹിതനെ കാണാൻ പോയതാണ്. ഈ പരിശുദ്ധ മറിയത്തിന്റെ ആ പ്രശ്നമില്ലേ, പരിശുദ്ധ മറിയത്തിന്റെ ആ ഗർഭാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു പോയി. എത്രമാത്രം അസ്വസ്ഥത ആ മകൾ അനുഭവിച്ചറിയോ? ആ മകളുടെ സ്വപ്നം തന്നെയോ കന്യകയായിട്ട് ജീവിക്കാനായിരുന്നു അല്ലേ? ദൈവം എന്നെ പറഞ്ഞു ഗർഭിണിയാണ്. അപ്പൊ സ്വന്തം പദ്ധതിയാണ് പൊളിഞ്ഞു അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനെതിരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇപ്പൊ കൈ ഉയർത്താൻ പറഞ്ഞാൽ എന്നെ വെച്ചത് കണ്ടുപിടി നോക്കുന്നത് ഇവനെന്താ കൈ കൂട്ടാൻ പറ്റില്ല. ശരിയല്ലേ? ഇവിടെ ഓരോരുത്തരും വരും, കൈ പൊട്ടിക്കോ കൈ അടിച്ചോ എന്ന് പറയും. ശരി, അതുപോലും നമുക്ക് ഇഷ്ടമല്ല. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ആദ്യമേ പോയത് ഈ പ്രശ്നം, ഒരു വലിയ പ്രശ്നം, കല്ലെറിഞ്ഞ് കൊല്ലാൻ നിയമമുണ്ടായിരിക്കെ ഈ ഗർഭാവസ്ഥയെ കുറിച്ച് ആരോഗ്യം പറയാൻ പറ്റുമോ? വാഹനശിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഇത് കല്യാണം നമ്മുടെ ജനങ്ങളുടെ അവസ്ഥയല്ല. ഇതെല്ലാം ചുമന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മളോട് ധ്യാനിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രമാത്രം നമ്മൾ മംഗളനാഥൻ പറയുമ്പോൾ അവർ മംഗളനാഥൻ പരിശുദ്ധ മറിയത്തിന് മറിയം ഇത് സഹിച്ചു.